5 പിള്ളേരുടെ ഭയങ്കര രസമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. അത് തന്നെ വലിയൊരു റിലാക്സേഷൻ ആയിരിക്കും. ഞാൻ ആഗ്രഹിച്ച് നേടിയതാണ്. അതായത് എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് 5 മക്കൾ വേണമെന്നുള്ളത്. എൻ്റെ ജീവിക്കാനുള്ള ആകെയുള്ള ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് എൻ്റെ മക്കളായിരുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ബാക്കി ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ആ ഒരു ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇനി അങ്ങോട്ട് മക്കൾ, അവരുടെ സന്തോഷം. നല്ല രസം, പിള്ളേർ ഇങ്ങനെ ഓടിച്ചാടി ബഹളമായിരിക്കും മൊത്തം. എൻ്റെ മക്കളും കൂടെ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ചില സമയങ്ങളിൽ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഞാൻ പോയിട്ട് വേറെ സോപ്പിടും, ചിലപ്പോൾ സെൻറ്റി അടിക്കും, മമ്മി പോവല്ലേ ഒച്ചിടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ പിന്നെ അവരങ്ങനെ മുട്ടിക്കേണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ വേറെ കഥ അപ്പം എനിക്ക് ഓർമ്മ വന്നത്, ആരെയും അറിയിക്കാണ്ട് കുറെ ഡിഗ്രിയും ഇതേപോലെ സിലും എടുത്തു വെച്ചിട്ടുണ്ടായി. BSc ഇൻ സൈക്കോളജി, പിന്നെ അതുപോലെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അക്യൂപഞ്ചറിൽ. അങ്ങനെ അതൊക്കെ എങ്ങനെയായിരുന്നു? കാരണം അത് രഹസ്യമായിട്ട് പഠിച്ചതാണെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എങ്ങാണ്ട് പോയി പഠിച്ച ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. കയ്യിൽ സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത സമയത്താണ് ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ വരുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു കീപാഡ് ഫോൺ പോലും കിട്ടിയത്. പക്ഷെ അപ്പോഴും ഉള്ളിലൊരു ഫയർ ഉണ്ടായിരുന്നു, നമ്മളൊന്നും അല്ലാതായി പോകരുത്. എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ചിറകൾ വിടർത്തി പറക്കാൻ ആഗ്രഹിച്ച് എന്നെ നേരെ കൊണ്ടുപോയി ചേർത്തുന്ന അറബി കോളേജിലാണ്. അപ്പൊ അറബി കോളേജ് എന്ന് പറയുമ്പോൾ എന്റെ ഉപ്പ അല്ലല്ല 10th കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അറബി കോളേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. നമ്മൾ ഈവൻ ഒരു ചുരിദാറാണെങ്കിൽ പോലും സ്ലിറ്റ് ഉണ്ടാവരുത്, ഒരു വളന്റെ കൂടുതൽ കയ്യിലിടരുത്, കിലുങ്ങും, സൗണ്ട് കേൾക്കരുത്, ഹീൽസ് ഇടരുത്. അതൊന്നും എനിക്കൊരു പ്രോബ്ലമേ അല്ലായിരുന്നു. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജും ഇപ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവിടെ പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും നമുക്ക് പ്രവർത്തിക്കാനൊക്കെ പറ്റിയത്. പക്ഷെ നമ്മൾ ഈ ഒരു എന്തെങ്കിലും മെഡിക്കൽ ആയി പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച സമയത്താണ് അറിയുന്നത് ആ ഒരു 2 വർഷത്തെ കോഴ്സ് കൊണ്ട് ഒന്നും ആവില്ല, +1 +2 എടുക്കണം, സയൻസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് വില്ലത്തിന്ന്. എനിക്ക് സയൻസ് എന്ന് കേട്ടപ്പോൾ തന്നെ മാത്സ് ഭയങ്കര പേടിയായിരുന്നു. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാന്നുള്ള ഒരു ഇതിലാണ് NIS ആണ് നമ്മൾ ജോയിൻ ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്ന നിലക്ക് നമ്മുടെ സാറൊക്കെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട്, അത് പക്ഷെ എല്ലാവർക്കും അറിയായിരുന്നു. അവരുടെ അടുത്തൊക്കെ സമ്മതം ചോദിച്ചിട്ട് ഈ പറയുന്ന പോലെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരും എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് ട്യൂഷന് ഇറങ്ങി പോകുന്നത്. എൻ്റെ മോന് ചെറിയ 2 മക്കളാണ്. അപ്പോൾ മോള് സ്കൂളിൽ പോയിട്ടുണ്ടാവും, LKG പഠിക്കുന്നു. ചെറിയ മോന് 2 വയസ്സ് 1.5 വയസ്സ് അങ്ങനെ എന്തോ ഉള്ളൂ. അവനെ എടുത്ത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് അവൻ പെട്ടെന്ന് ഉറങ്ങുന്ന ആളല്ല, തൊട്ടിയിൽ കിടത്തിയിട്ടായിരിക്കും ഫീഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇങ്ങനെ എടുത്ത് ഫീഡ് ചെയ്തിട്ട് അവനെടുത്ത് തൊട്ടിയിൽ ഇടുമ്പോഴേക്കും അവൻ എണീക്കും. അവൻ എണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാവും, ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അമ്മ നോക്കിക്കോന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഓടിയിട്ടാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ശേഷം BDS ജോയിൻ ചെയ്യാനായിട്ട് പൈസയൊക്കെ കൊടുത്തു വെച്ച്